ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്. പത്തനംതിട്ടയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥിതിഗതികൾ രൂക്ഷമാണ്. പമ്പയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ മൂഴിയാർ ഡാം തുറക്കാനുള്ള സാധ്യത നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. അങ്ങനെ നിരവധി ആശങ്കകൾ പത്തനംതിട്ടയിൽ അലട്ടുന്ന സാഹചര്യമുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും സുബിൻ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. പത്തനംതിട്ടയിലെ അവസ്ഥ എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ സീരിയസ് ആയിട്ട് നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ അവിടെയാണ് എന്ന് പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും പത്തനംതിട്ടയെ സംബന്ധിച്ച് ഇപ്പോ ഈ ഒരു 2 ദിവസം മുമ്പ് റാന്നിയിലെ ജലം കയറി അവിടെ ഓണത്തിന് വേണ്ടി കരുതി വെച്ചിരുന്ന കച്ചവടക്കാരുടെ മുഴുവൻ സാധനങ്ങളും നശിച്ചു പോയതിനു ശേഷം ഇപ്പൊ വീണ്ടും ഒരു പ്രളയത്തിന്റെ അവസ്ഥയിലേക്ക് റാന്നി മാറുകയാണ്. റാന്നിയിലേക്ക് ജലം എത്തുമ്പോൾ തന്നെ ആറന്മുളയിൽ ഇപ്പൊ നിലവിൽ തന്നെ അവിടെ വളരെയേറെ ജലം കയറി കിടക്കുകയാണ്. വീടുകളിലേക്കൊക്കെ കയറി അവിടെ ആളുകളെ മാറ്റി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി ഇപ്പൊ ആറന്മുളയിൽ ഒരു രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റാന്നിയിൽ കയറുന്ന ജലം റാന്നിയിൽ മാത്രമല്ല ദുരന്തം വിധിക്കുന്നത്. റാന്നിയിൽ നിന്ന് അതിപ്പം പ്രത്യേകിച്ച് മൂഴിയാർ ഡാം തുറക്കുകൂടി ചെയ്തപ്പോഴത്തേക്ക് റാന്നിയിൽ വളരെ വേഗം റാന്നി ടൗണിലേക്ക് ജലം കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ ജലം കയറി റാന്നിയിൽ നാശം ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ആ ജലം ഇറങ്ങിയാൽ നേരെ അത് ആറന്മുളയിലെത്തി ആറന്മുളയിലും വൻതോതിലുള്ള നാശം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ തന്നെ നിലവിൽ അവിടെ ജലം വളരെ കൂടുതലാണ്. വീടുകളെല്ലാം വെള്ളത്തിനടിയിലാണ്. ആ വെള്ളത്തിനടിയിലായിരിക്കുന്ന വീടുകളിലേക്ക് വീണ്ടും ജലം എത്തുമ്പോൾ 2018 നമ്മൾ അഭിമുഖീകരിച്ച ഒരു വലിയ പ്രളയത്തെക്കാൾ ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് ആറന്മുള എത്താൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഭീഷണിയായി നിൽക്കുന്നത് ആറന്മുളയാണ്. ആറന്മുളയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ആറന്മുളയോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും ഈ പ്രളയം ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ റാന്നിയിലെ ഒരു അവസ്ഥ, പമ്പയാറ് ഇപ്പോൾ ഒരു ചെറിയ മഴ പെയ്താൽ പോലും പമ്പയാറ് നിറഞ്ഞു കവിഞ്ഞ റാന്നിയിലേക്ക് കടക്കുന്ന ഒരു അവസ്ഥയാണ്. 2018 തന്നെ നമ്മൾ റൂം ഫോർ റിവർ എന്ന വാക്കൊക്കെ 2018 നമ്മൾ കേട്ടതാണ്. ഈ നദിയുടെ ആഴം കൂട്ടുമെന്നും ഈ നദിക്ക് സുഗമമായി ഒഴുകിപ്പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും എന്നൊക്കെയുള്ള 2018 നമ്മുടെ തീരുമാനം ഈ 8 വർഷത്തിന് ശേഷവും നടപ്പിലാക്കാൻ സാധിക്കാത്തതാണ് റാന്നി ആറന്മുള പോലെയുള്ള സ്ഥലങ്ങളില് ഈ വൻ ദുരന്തത്തിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഈ പത്തനംതിട്ട മേഖലയെ സംബന്ധിച്ച് ഇവിടെ രണ്ടാമത്തെ ഒരു വലിയ ദുരന്തം എന്ന് പറയുന്നത് ഇതൊരു കോറികളുടെ നാടാണ്. ഒരുപാട് പാറക്കോറികൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പത്തനംതിട്ട എന്ന് പറയുന്നത്. ഈ പത്തനംതിട്ടയിൽ കോറികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ പല മലകളും ഇന്ന് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ഈ മലകളുടെ താഴ്വാരങ്ങളിൽ താമസിക്കുന്നവര് ഒരു വലിയൊരു പ്രകൃതി ദുരന്തം എന്ന് പറഞ്ഞാൽ ഈ മണ്ണിടിച്ചിൽ പോലെയുള്ള വലിയൊരു ദുരന്തത്തിലേക്ക് ഈ നാട്ടിലെ ജനങ്ങൾ എത്തുന്ന ഒരു അവസ്ഥയുണ്ട്. നേരത്തെ സമയങ്ങളിൽ ഈ നദിയിൽ നിന്നുള്ള മണ്ണ് വാരിയാണ് ഇവിടെ കെട്ടിടങ്ങളൊക്കെ പണിതിരുന്നത്. അതിനു വേണ്ടിയാണ് ആ മണലൊക്കെ ഉപയോഗിച്ചിരുന്നത്. നമ്മുടെ പ്രകൃതി സ്നേഹം വളരെ കൂടിയതുകൊണ്ട് ഇപ്പൊ മണൽ വാരലില്ല. ഈ നദികളിൽ മുഴുവൻ എക്കൽ മണ്ണും മണലും അടിഞ്ഞ് നദി വളരെ ഉയരത്തിലാണ് ഇപ്പോൾ നിലവിലെ സ്ഥിതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പരിഹരിക്കാൻ നമുക്ക് സാധിക്കാത്തിടത്തോളം കാലം പത്തനംതിട്ടയിൽ ഒരു മഴ പെയ്താൽ പത്തനംതിട്ട റാന്നി ആറന്മുള മേഖലയിൽ വെള്ളം കയറുന്ന ഒരു വലിയ സ്ഥിതി ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മറ്റൊന്ന്, പമ്പയാറ്റിലടക്കം ജലം ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതി ഉണ്ട് എന്ന് പറയുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? NDRF സംഘത്തെ ഇപ്പോ ഈ റാന്നി മേഖലയിലും ആറന്മുള മേഖലയിലും വിന്യസിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അഡീഷണൽ ആയിട്ടുണ്ടായിരുന്ന NDRF സംഘത്തെ ഇപ്പോൾ റാന്നിയിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. കോട്ടയത്ത് നിന്നും ഉള്ള NDRF സംഘത്തെയും ഇപ്പോൾ ആറന്മുള റാന്നി മേഖലകളിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. ഇവിടെ അഗ്നിശമന സേന വളരെ സജ്ജമാണ്. അവരുടെ ഡെങ്കി ബോട്ടുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം ഈ പമ്പയാറ്റിലും ഇതിനോട് ചേർന്ന് ഈ റോഡുകളിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന ഒരുമാതിരിപ്പെട്ട ആളുകളെയൊക്കെ ഈ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ക്യാമ്പുകളിലേക്ക് മാറാൻ പറ്റാതെ നിർബന്ധം പിടിച്ചു നിൽക്കുന്ന ചില ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഇപ്പോൾ ഈ വീടുകളിൽ ഉള്ളത്. അവർ 1ാം നിലയിലൊക്കെ കയറി ഇരിക്കുകയാണ്.
അവർക്ക് കുടിക്കാനുള്ള ജലം വളരെ ദുർബലമാണ്. കാരണം അവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളില്ല. കാരണം ജലം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അതൊന്നും സാധിക്കാതെ വരുന്നു, ശുദ്ധജലമില്ലാതെ വരുന്നു. ഇവിടെ ശരിക്കും MLA മാരും മറ്റേ ജനപ്രതിനിധികളും പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ വളരെ കൃത്യമായിട്ട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളോടൊപ്പമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ 2-3 ദിവസങ്ങളായിട്ട് തന്നെ ഇവരെല്ലാം ഇവിടെയുണ്ട്. മന്ത്രി PC വിഷ്ണുനാഥിനാണ് പത്തനംതിട്ടയുടെ ചുമതല. അദ്ദേഹം പത്തനംതിട്ടയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ പത്തനംതിട്ട എല്ലാം ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. 10 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചതിൽ പത്തനംതിട്ടയും പെടുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ മഴയുടെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ അവിടെ? മഴ ഇപ്പോൾ തോർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ ഒരു 2 മണിക്കൂറായിട്ട് മഴയ്ക്ക് അല്പം ശമനമുണ്ട്. കഴിഞ്ഞ രാത്രി മുഴുവൻ മഴയായിരുന്നു. രാത്രിയിൽ ഒരു 12 മണി മുതൽ തുടങ്ങിയ മഴ രാവിലെ ഒരു 8 മണിയോട് കൂടിയാണ് ഒരു ചെറുതായിട്ടെങ്കിലും ശമിച്ചത്. ഇപ്പോൾ ഒരു അല്പം വെയിലൊക്കെ ഇവിടെ ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ശബരിമല വനത്തിൽ വളരെ ശക്തമായ മഴയാണ് ഇപ്പോഴും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വനമേഖലകളിൽ മഴ പെയ്യുന്ന ജലം മുഴുവൻ ഈ പമ്പയാറ്റിലൂടെ ഒഴുകിയെത്തുന്നു. അതോടൊപ്പം തന്നെ മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഇപ്പോൾ 15 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. ആ ജലം ഒഴുകിയെത്തുന്നു. ഇടത്തോടുകളിൽ നിന്നൊക്കെയുള്ള ജലം ഈ പമ്പയിലൂടെ ഒഴുകിയെത്തുന്നു. ഈ ഒഴുകിയെത്തുന്ന ജലത്തിന്റെ അളവ് വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ മാത്രമല്ല, ഇന്നലെ പെയ്ത മഴയും ഇപ്പോൾ വനത്തിനുള്ളിൽ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയും ഇവിടുത്തെ ഈ ദുരന്തത്തിന് ആക്കം കൂട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് സത്യസന്ധമായ ഒരു കാര്യം. മറ്റൊരു കാര്യം, ഈ ഇപ്പോൾ മൂഴിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ 15 സെന്റിമീറ്റർ തുറന്നു എന്ന് പറയുന്നത് എത്രത്തോളം സീരിയസ് ആണെന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക? വളരെ സംഭരണശേഷി കുറഞ്ഞ ഒരു ഡാമാണ് മൂഴിയാർ ഡാം. അവിടെ ഇന്നലെ രാത്രിയിൽ തന്നെ അലേർട്ട് കൊടുത്തിരുന്നതാണ്. ആ അലേർട്ടിനോട് ഒപ്പം തന്നെ രാത്രിയിൽ തന്നെ അനൗൺസ്മെന്റുകളും ഈ പമ്പയുടെ തീരങ്ങളിലും ഈ പ്രദേശങ്ങളിലെല്ലാം സർക്കാർ വക അനൗൺസ്മെന്റുകളും നടത്തിയിരുന്നു. ജനങ്ങൾ മാറി താമസിക്കണമെന്ന് പറഞ്ഞ്. മൂഴിയാർ ഡാമിനെ അവിടെ തുറക്കുന്ന അതിന്റെ താഴേക്ക് ഇപ്പം പത്തനംതിട്ടയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് റാന്നിയെ സംബന്ധിച്ച് ഡാമുകൾക്ക് താഴെ നിൽക്കുന്ന ഒരു പട്ടണമാണ് റാന്നി എന്ന് പറയുന്നത്. അവിടെ ആനത്തോട് ഡാമുണ്ട്, മൂഴിയാർ ഡാമുണ്ട്, കക്കി ഡാമുണ്ട്. ഈ ഡാമുകളുടെ ഒക്കെ താഴെ ആണ് ഈ റാന്നി പ്രദേശം നിൽക്കുന്നത്. അപ്പൊ ഈ ഓരോ ഡാമിലും ഉണ്ടാകുന്ന ജലം, ആ ജലം തുറന്നു വിടുന്നത് ഈ പമ്പയിലൂടെയാണ് ഒഴുകി റാന്നിയിലേക്ക് എത്തുന്നത്. അത് ഒഴുകി റാന്നിയിലേക്ക് എത്തുമ്പോൾ ഈ റാന്നിയിൽ പ്രളയത്തിന്റെ ആക്കം കൂട്ടുന്നു. റാന്നിയിൽ നിന്ന് അത് ഒഴിയുമ്പോൾ ആറന്മുളയിലും മറ്റ് പരിസര പ്രദേശങ്ങളിലും അതിന്റെ ആക്കം കൂട്ടുന്നു. അവിടെ എല്ലാ ജനങ്ങൾക്ക് ദുരന്തം വിതയ്ക്കുന്നു. ഈ മൂഴിയാർ ഡാം തീർച്ചയായിട്ടും വളരെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. കഴിഞ്ഞ ഒരു 4 ദിവസം മുമ്പ് ഈ ആറന്മുള വള്ളസദ്യയോട് അനുബന്ധിച്ചുള്ള ഈ പള്ളിയോടങ്ങൾക്കൊക്കെ വരാൻ പമ്പയാറ്റിൽ ജലമില്ലാത്തത് കൊണ്ട് ഈ ഡാമുകളൊക്കെ തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ തൊട്ട് പിറ്റേ ദിവസമാണ് ഈ ശക്തമായ മഴ പെയ്യുകയും ഈ പമ്പയാറ് കവിഞ്ഞൊഴുകുകയും ചെയ്യുന്നത്. പമ്പയിൽ ജലമേ ഇല്ലായിരുന്നു. കാരണം അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ പള്ളിയോടങ്ങൾക്ക്, ഈ വള്ളങ്ങൾക്ക്, വള്ളസദ്യക്ക് പങ്കെടുക്കാൻ ഈ പമ്പയാറ്റിലൂടെ കടന്നു വരാൻ സാധിക്കാത്തൊരു സ്ഥിതിയാണ് പമ്പയാറ്റിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഒരു 3-4 ദിവസം കൊണ്ട് അതിന്റെ സ്ഥിതി ആകെ മാറുകയും ഈ ജലം വൻതോതിൽ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. അപ്പൊ ഈ മൂഴിയാർ ഡാം ഒക്കെ തുറന്നു വിട്ടാണ് പമ്പയിലെ ജലം ഈ വള്ളംകളിയുടെ സമയത്ത് ക്രമീകരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ മൂഴിയാർ തുറന്നു വിട്ടാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 2-3 മണിക്കൂറിനുള്ളിൽ റാന്നിയിലെത്തുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അങ്ങ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വെള്ളം ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാനത്ത് പവർ കട്ട് മഴക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു സമയം കൂടിയാണ് 2 ദിവസം മുന്നേ വരെ എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഈ മഴയുടെ ഒരു അവസ്ഥയെ എങ്ങനെ വിലയിരുത്താം ഇപ്പോൾ ആ മേഖലയിലുള്ള? കാരണം ഈ വെള്ളം ഉയർന്നു, വെള്ളം കയറുന്നയൊക്കെ അവസ്ഥ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് തുടരുന്നുണ്ടല്ലോ. മഴയുടെ വ്യത്യാസമാണോ, അതോ പ്രദേശത്തിൻ്റെ കുഴപ്പമാണോ, അതോ അധികൃതർ കൃത്യമായിട്ട് ഈ മുന്നൊരുക്കങ്ങൾ നടത്താത്തതിൻ്റെ പ്രശ്നമാണോ? എങ്ങനെയാണ് നമുക്കിത് വിലയിരുത്താൻ കഴിയുക?
അത് ആദ്യമേ ഞാൻ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ അകത്തെ പ്രശ്നം എന്ന് പറയുന്നത്. മഴ നമുക്ക് അത്യാവശ്യമാണ്. ഇവിടെ പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിലുള്ള ഒരു പ്രദേശമാണ് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മഴ പെയ്യും എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. വർഷങ്ങളായിട്ട് മഴ പെയ്യുന്നതാണ്. പല സമയങ്ങളിലും വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്നത് വളരെ ചെറുകയാണ്. ഇന്ന് ഒരു മഴ പെയ്താൽ ആ മഴവെള്ളത്തിന് ഒഴുകിപ്പോകാൻ ഇപ്പോഴത്തെ ഒരു മഴയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, പണ്ട് ഒരാഴ്ച കൊണ്ട് പെയ്യുന്ന മഴ ഇപ്പം ഒരു ദിവസം കൊണ്ട് പെയ്തു തീർക്കുന്ന ഒരു അവസ്ഥ, ഒരു സ്ഥിതിവിശേഷമാണ്. കാരണം 20 സെന്റിമീറ്റർ മഴ വരെ കഴിഞ്ഞ 3 മണിക്കൂറിനുള്ളിൽ രേഖപ്പെടുത്തി 2 ദിവസം മുമ്പ് ഈ പത്തനംതിട്ടയിൽ. അപ്പൊ ഈ മഴ ശക്തമായി പെയ്യുന്നതിനോടൊപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ വിഭാവനം ചെയ്ത ഒരു വലിയ പദ്ധതിയാണ് റൂം ഫോർ റിവർ എന്ന് പറയുന്നത്. ഈ റൂം ഫോർ റിവർ എന്ന് പറയുന്നത് ഈ നദീജലത്തിന് കൃത്യമായി ഒഴുകി പോകാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇന്ന് പല കൈത്തോടുകളും പിന്നെ ചെറിയ ചെറിയ ജലസ്രോതസ്സുകളെല്ലാം അടഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പണ്ട് എന്തുമാത്രം കുളങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില്. ഇന്ന് ആ കുളങ്ങളെല്ലാം നികത്തപ്പെട്ടിരിക്കുകയാണ്. എന്തുമാത്രം വയലുകൾ ഉണ്ടായിരുന്നു. ഈ വയലുകളിലൊക്കെ ജലം സംഭരിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇന്ന് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഇവിടെ കയ്യേറി നമ്മൾ തന്നെ കെട്ടിടങ്ങൾ പണിത് നമ്മുടെ ഉപയോഗത്തിന് വേണ്ടി നമ്മൾ അതിനെ മാറ്റുമ്പോൾ ഈ ജലത്തിന് കടന്നു പോകാനുള്ള വഴി അത് കൃത്യമായിട്ട് കടലിൽ പതിക്കാനുള്ള, അല്ലെ വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദിയാണ്. അപ്പൊ ഈ വേമ്പനാട്ട് കായലിൽ അല്ലെങ്കിൽ അറബിക്കടലിൽ ചെന്ന് ഇത് കൃത്യമായിട്ട് പതിക്കാനുള്ള ഒരു വഴി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ പ്രകൃതി സ്നേഹം എത്ര പറഞ്ഞാലും ഈ പ്രകൃതി ക്ഷോഭം ഉണ്ടാകുന്നതിൽ നിന്ന് നമുക്കിതിനെ തടയണമെങ്കിൽ കൃത്യമായിട്ട് ഈ ഡാമുകളിൽ നിന്ന് സംഭരണശേഷി ഇല്ല. നമ്മൾ ഏത് അവസ്ഥയിൽ അത് പണിതോ അതിന്റെ 4/1 പോലും സംഭരണശേഷി ഇന്ന് പല ഡാമുകൾക്കും ഇല്ല. അവിടെ എല്ലാം എക്കൽ മണ്ണ് അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. ഈ മണ്ണുകൾ മുഴുവൻ അവിടെ നിന്ന് മാറ്റണം. ഈ മണ്ണ് മാറ്റുന്നതിനോടൊപ്പം ഈ ആറുകളിലും തോടുകളിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണുകളും മാറ്റേണ്ടതുണ്ട്. അപ്പൊ ഈ മാറ്റുന്നതിനോടൊപ്പം ഈ ജലം കടന്നു പോകുന്ന ഈ തോടുകൾ നമ്മുടെ ഈ പട്ടണങ്ങളോട് ചേർന്ന് തന്നെ ജലത്തിന് കടന്നു പോകാനുള്ള തോടുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം പകുതി കൂടുതലും അടഞ്ഞു കിടക്കുകയാണ്. ഈ അടഞ്ഞു കിടക്കുന്നത് മൂലം ഈ വെള്ളം അത് കൃത്യമായിട്ട് റോഡിലേക്ക് തന്നെയാണ് വരുന്നത്. ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് അത് കടന്നു പോകുന്നത്. അപ്പൊ ഇത് നമ്മുടെ മാനേജ്മെന്റിന്റെ പ്രശ്നം തന്നെയാണ്. ഈ മാനേജ്മെന്റ് കൃത്യമാക്കി പ്രകൃതിയെ ഈ ജലം ഒഴുകി പോകാനുള്ള, മഴ കൊണ്ട് അനുഗ്രഹീതമായ ഒരു സംസ്ഥാനമാണ് കേരളം. മഴ കൊണ്ട് മാത്രം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ ഇത്രയും അനുഗ്രഹീതമായ നാട്ടിൽ മഴ പെയ്യുമ്പോൾ ഈ ജലത്തിന് ഒഴുകി പോകാനുള്ള ഒരു സാഹചര്യം കൃത്യമായിട്ട് നമ്മൾ മുൻകൂട്ടി കണ്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ പ്രളയത്തിന് കാരണമായിട്ട് വരുന്നത്. കാരണം 2018 കൊണ്ട് നമ്മൾ പഠിച്ചില്ല. 2026 നമ്മളെ അത് ഓർമ്മപ്പെടുത്തുന്നു. ഇനിയും നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഇതിലും വലിയ ദുരന്തത്തിലേക്ക് ഈ നാട് പോകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അങ്ങ് പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2018 കൊണ്ട് നമ്മൾ പഠിച്ചില്ല എന്നുള്ളതാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എപ്പോഴും മഴ പെയ്താൽ ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്ന അവസ്ഥയാണ് എന്നുള്ള ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട്. വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്. വളരെ നന്ദി. പത്തനംതിട്ടയിൽ ഗുരുതരമായ സാഹചര്യമാണ് എന്നുള്ള